ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന പരീക്ഷയ്ക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 2024-25 വർഷത്തെ സെലക്ടഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ക്ലാസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഇനി മുമ്പോട്ടുള്ള പരീക്ഷയ്ക്ക് വളരെ അധികം ശ്രദ്ധിക്കേണ്ട ചോദ്യങ്ങളാണ്. പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കേണ്ട ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുക. നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്തിച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. ഓപ്ഷൻ എ സ്വദേശി മിത്രം, ഓപ്ഷൻ ബി കേസരി, ഓപ്ഷൻ സി സംവാദ് കൗമുദി, ഓപ്ഷൻ ഡി ന്യൂ ഇന്ത്യ. ഏതാണ് ശരി ഉത്തരം? രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? സംവാദ് കൗമുദിയാണ് കറക്റ്റ് ആൻസർ. സംവാദ് കൗമുദി. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാര്? ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാര്? ഓപ്ഷൻ എ ഡോക്ടർ സക്കീർ ഹുസൈൻ, ഓപ്ഷൻ ബി DK കാർവേ, ഓപ്ഷൻ സി MA അൻസാരി, ഓപ്ഷൻ ഡി GG അഗാർക്കർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാര്? ആരാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. DK കാർവേ. അടുത്ത ക്വസ്റ്റ്യൻ. വിഷ്ണു കൃഷ്ണ ചില്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചത്? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത്? ഓപ്ഷൻ എ ബംഗാളി, ഓപ്ഷൻ ബി മറാത്തി, ഓപ്ഷൻ സി ഉറുദു, ഓപ്ഷൻ ഡി ഹിന്ദി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മറാത്തി. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ. ഓപ്ഷൻ എ അമൃത ഷേർഗിൽ, ഓപ്ഷൻ ബി നന്ദലാൽ ബോസ്, ഓപ്ഷൻ സി അബനീന്ദ്ര നാഥ ടാഗോർ, ഓപ്ഷൻ ഡി ജ്യോതി ബഹുലെ. ഏതാണ് ശരി ഉത്തരം? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അബനീന്ദ്ര നാഥ ടാഗോർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? ഓപ്ഷൻ എ 1 തവണ, ഓപ്ഷൻ ബി 3 തവണ, ഓപ്ഷൻ സി 2 തവണ, ഓപ്ഷൻ ഡി 4 തവണ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1 തവണ. അടുത്ത ക്വസ്റ്റ്യൻ. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാര്? ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാര്? ഓപ്ഷൻ എ KP കേശവ മേനോൻ, ഓപ്ഷൻ ബി VR കൃഷ്ണൻ എഴുത്തച്ഛൻ, ഓപ്ഷൻ സി NV കൃഷ്ണ വാര്യർ, ഓപ്ഷൻ ഡി K അയ്യപ്പൻ. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാര്? ആരാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. NV കൃഷ്ണ വാര്യർ. അടുത്ത ക്വസ്റ്റ്യൻ. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ്? മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ്? ഓപ്ഷൻ എ ബ്രിട്ടൻ, ഓപ്ഷൻ ബി റഷ്യ, ഓപ്ഷൻ സി അയർലൻഡ്, ഓപ്ഷൻ ഡി കാനഡ. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏതു രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ്? ഏതു രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ്? റഷ്യ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. റഷ്യ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തത്? താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തത്? ഓപ്ഷൻ എ ബാലഗംഗാധര തിലക്, ഓപ്ഷൻ ബി ലാലാ ലജ്പത് റായ്, ഓപ്ഷൻ സി ചിത്തരഞ്ജൻ ദാസ്, ഓപ്ഷൻ ഡി ഗോപാൽ കൃഷ്ണ ഗോഖലെ. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തത്? ആരാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ബാലഗംഗാധര തിലക്. അടുത്ത ക്വസ്റ്റ്യൻ. തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏത്? തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? പുന്നപ്ര വയലാർ സമരം, ഓപ്ഷൻ ബി കല്ലുമാല സമരം, ഓപ്ഷൻ സി ഇലക്ട്രിസിറ്റി സമരം, ഓപ്ഷൻ ഡി കയ്യൂർ സമരം. തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്?
ഓപ്ഷൻ എ സന്യാസി കലാപം, ഓപ്ഷൻ ബി മലബാർ കലാപം, ഓപ്ഷൻ സി വെല്ലൂർ കലാപം, ഓപ്ഷൻ ഡി സിപായി കലാപം. താഴെ പറയുന്നതിൽ ഏതാണ് 1806 നടന്നത്? വെല്ലൂർ കലാപം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാര്? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാര്? ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പ്, ഓപ്ഷൻ ബി വാക്പടാനന്ദൻ, ഓപ്ഷൻ സി വൈകുണ്ഠ സ്വാമികൾ, ഓപ്ഷൻ ഡി സി കേശവൻ. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ആരാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ജി ശങ്കരക്കുറുപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ. വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആര്? വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ എ കുമാരനാശാൻ, ഓപ്ഷൻ ബി വള്ളത്തോൾ, ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ഡി അയ്യങ്കാളി. വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആര്? ആരാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, കുമാരനാശാൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര്? ഓപ്ഷൻ എ കെ എം മുൻഷി, ഓപ്ഷൻ ബി ഡോക്ടർ ബി ആർ അംബേദ്കർ, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആര്? ആരാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, കെ എം മുൻഷി. അടുത്ത ക്വസ്റ്റ്യൻ. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം. ഓപ്ഷൻ എ അനുച്ഛേദം 338B, ഓപ്ഷൻ ബി അനുച്ഛേദം 336, ഓപ്ഷൻ സി അനുച്ഛേദം 302, ഓപ്ഷൻ ഡി അനുച്ഛേദം 334A. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, അനുച്ഛേദം 338B. അടുത്ത ക്വസ്റ്റ്യൻ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം. ഓപ്ഷൻ എ അനുച്ഛേദം 4A, ഓപ്ഷൻ ബി അനുച്ഛേദം 24, ഓപ്ഷൻ സി അനുച്ഛേദം 21A, ഓപ്ഷൻ ഡി അനുച്ഛേദം 21. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, അനുച്ഛേദം 21A. 2020 ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം. 2020 ആഗസ്റ്റില് മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം. ഓപ്ഷൻ എ യുണൈറ്റഡ് കിങ്ഡം, ഓപ്ഷൻ ബി ജർമ്മനി, ഓപ്ഷൻ സി സൗദി അറേബ്യ, ഓപ്ഷൻ ഡി റഷ്യ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, യുണൈറ്റഡ് കിങ്ഡം. യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ വാർത്താവിനിമയം, ഓപ്ഷൻ ബി ജനസംഖ്യാ നിയന്ത്രണം, ഓപ്ഷൻ സി വിദ്യുശക്തി, ഓപ്ഷൻ ഡി ക്രമസമാധാനം. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, വാർത്താവിനിമയം. അടുത്ത ക്വസ്റ്റ്യൻ. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് 1969-74 കാലഘട്ടത്തിൽ നടപ്പിലാക്കി. രണ്ടാമത്തേത് മഹാനലോബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായി. മൂന്നാമത്തെ ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. നാലാമത്തെ ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു. ഓപ്ഷൻ എ 1, 2, 3, ഓപ്ഷൻ ബി 2, 3, 4, ഓപ്ഷൻ സി 1, 3, 4, ഓപ്ഷൻ ഡി 1, 2, 4. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 1, 3, 4. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? താഴെ പറയുന്ന 4 പ്രസ്താവനകളിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നീതി ആയോഗ് 2015 ജനുവരി 1 രൂപീകരിക്കപ്പെട്ടു. ഓപ്ഷൻ ബി ഇന്ത്യ ഗവൺമെന്റ് പ്രധാന പരിപാടിയായ ചിന്താ സംഭരണിയാണ് നീതി ആയോഗ്.
ഓപ്ഷൻ സി നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഓപ്ഷൻ ഡി നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ്. ഏതാണ് തെറ്റായ പ്രസ്താവന? നാലാമത്തേതാണ് തെറ്റായ പ്രസ്താവന. നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് പേരിലാണ് വിശേഷിക്കപ്പെട്ടത്? ഒന്ന് ഓപ്ഷൻ എ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ്, ഓപ്ഷൻ ബി ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ, ഓപ്ഷൻ സി ഓപ്പറേഷൻ വിജയ്, ഓപ്ഷൻ ഡി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഈ 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ. അത് ക്വസ്റ്റ്യൻ. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെ കുറിച്ചാണ്? ഓപ്ഷൻ എ ഇന്ത്യയുടെ വിഭജനം, ഓപ്ഷൻ ബി ജാലിയൻ വാലാബാഗ് സംഭവം, ഓപ്ഷൻ സി ഇന്ത്യ പാക് യുദ്ധം, ഓപ്ഷൻ ഡി ഗാന്ധിജിയുടെ മരണം. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഗാന്ധിജിയുടെ മരണം. അടുത്ത ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ മൈസൂർ, ഓപ്ഷൻ ബി ഹൈദരാബാദ്, ഓപ്ഷൻ സി കാശ്മീർ, ഓപ്ഷൻ ഡി ജുനഗഡ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത്? ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, മൈസൂർ. അടുത്ത ക്വസ്റ്റ്യൻ. 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം. 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം. ഓപ്ഷൻ എ സൗദി അറേബ്യ, ഓപ്ഷൻ ബി ഖത്തർ, ഓപ്ഷൻ സി കാനഡ, ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ഓസ്ട്രേലിയ. 2023 ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ മുഖമുള്ള 10,000 പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഓസ്ട്രേലിയ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം. ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി വിഴിഞ്ഞം, ഓപ്ഷൻ ഡി വിശാഖപട്ടണം. ഏതാണ് ശരി ഉത്തരം? ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, വിഴിഞ്ഞം. അടുത്ത ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളില് ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ 1 ത്രിപുര, 2 ഉത്തരാഖണ്ഡ്, 3 ഗുജറാത്ത്, 4 സിക്കിം, 5 മധ്യപ്രദേശ്. ഓപ്ഷൻ എ 1, 2 മാത്രം, ഓപ്ഷൻ ബി 2, 4 മാത്രം, ഓപ്ഷൻ സി 3 ആൻഡ് 5 മാത്രം, ഓപ്ഷൻ ഡി 1 ആൻഡ് 4 മാത്രം. തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? 3ഉം 5ഉം മാത്രം. 3 ഏതാണ്? ഗുജറാത്ത്. 5 ഏതാണ്? മധ്യപ്രദേശ്. ഗുജറാത്തും മധ്യപ്രദേശും മാത്രം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 4 പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലെ. അതിന്റെ അകത്ത് ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ്. ഓപ്ഷൻ ബി ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. ഓപ്ഷൻ സി ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരു ശിഖർ. ഓപ്ഷൻ ഡി ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വത നിരകളിലാണ്. അപ്പോൾ ഈ 4 പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് ഏതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വത നിരകളിലാണ്. ഇത് ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീര സമതലം കണ്ടെത്തുക. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീര സമതലം കണ്ടെത്തുക. ഓപ്ഷൻ എ വടക്കൻ സിർക്കാർസ് തീരം, ഓപ്ഷൻ ബി മലബാർ തീരം, ഓപ്ഷൻ സി കൊങ്കൺ തീരം, ഓപ്ഷൻ ഡി ഗുജറാത്ത് തീരം. ഏതാണ് ശരി ഉത്തരം? ശരി ഉത്തരം ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീര സമതലം കണ്ടെത്തുക. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, വടക്കൻ സിർക്കാർസ് തീരം. വടക്കൻ സിർക്കാർസ് തീരം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിൽ
ശരിയായ ജോഡി കണ്ടെത്തുക. 4 ജോഡികൾ താഴെ തന്നിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ ട്രാൻസ് ഹിമാലയ കാസി കുന്നുകള്, ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി ചോട്ടാ നാഗ്പൂർ, ഓപ്ഷൻ സി ഹിമാലയ പൂർവഘട്ടം, ഓപ്ഷൻ ഡി കിഴക്കൻ മലനിരകള് ലഡാക്ക്. ഇവയില് ശരിയായ ജോഡി ഏതാണ്? നിങ്ങൾക്കറിയാവോ ഇതിന്റെ അകത്ത് ശരിയായ ജോഡി ഏതാണ്? നമ്മൾ ഓപ്ഷൻ വായിച്ചു, നിങ്ങൾ പെട്ടെന്ന് കണ്ടെത്തണം കേട്ടോ, പരീക്ഷയ്ക്ക് ഇത്രയും പോലും സമയം കിട്ടില്ല. അപ്പോൾ ശരിയായ ജോഡി ഏതാണ് ഇതിന്റെ അകത്ത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഉപദ്വീപീയ പീഠഭൂമി ചോട്ടാ നാഗ്പൂർ. അടുത്ത ക്വസ്റ്റ്യൻ, 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമീകരണം കണ്ടെത്തുക. അപ്പോൾ താഴെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിനകത്ത് 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അതിന്റെ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ശരിയായ ക്രമീകരണം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻ നോക്കാം അല്ലെ? ഓപ്ഷൻ എ രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. ഓപ്ഷൻ ബി രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്. ഓപ്ഷൻ സി രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. ഓപ്ഷൻ ഡി മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്. 4 സംസ്ഥാനങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ? അതിന്റെ വലിപ്പം കൃത്യമായിട്ട് അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. ഏതാണ് ശരി ഉത്തരം? പെട്ടെന്ന് ആലോചിച്ച് ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, രാജസ്ഥാൻ. അതിനുശേഷം ഏതാണ്? മധ്യപ്രദേശ്. അതിനുശേഷം മഹാരാഷ്ട്ര. അതിനുശേഷം ഉത്തർപ്രദേശ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റോർണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. ആരാണ് ഇദ്ദേഹം? അറ്റോർണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. ആരാണ് ഇദ്ദേഹം? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഇസ്രായേലിന്റെ പ്രസിഡന്റ്, ഓപ്ഷൻ ബി പാലസ്തീന്റെ പ്രസിഡന്റ്, ഓപ്ഷൻ സി UN സെക്രട്ടറി ജനറൽ, ഓപ്ഷൻ ഡി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി. ആരാണ് ഈ അറ്റോർണിയോ ഗുട്ടറസ്? ഇപ്പോൾ വാർത്തകളിലൊക്കെ ഇടം നേടുന്ന ഒരു വ്യക്തിയാണല്ലേ. ആരാണ് അദ്ദേഹം? UN സെക്രട്ടറി ജനറൽ. UN സെക്രട്ടറി ജനറൽ ആണ് അറ്റോർണിയോ ഗുട്ടറസ്. അടുത്ത ക്വസ്റ്റ്യൻ, പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു. അതിൽ തെറ്റായത് കണ്ടെത്തുക. പുതിയതായിട്ട് അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സ്ഥാനങ്ങളും സംസ്ഥാനങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. അതിൽ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ, ഓപ്ഷൻ ബി മധ്യപ്രദേശ് മോഹൻ യാദവ്, ഓപ്ഷൻ സി തെലങ്കാന രേവന്തി റെഡ്ഡി, ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗൽ. ഏതാണ് ഇതിൽ തെറ്റായത്? ഏതാണ്? പുതുതായിട്ട് അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരും സംസ്ഥാനങ്ങളും അവരുടെ മുഖ്യമന്ത്രിമാരുടെ പേരുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. തെറ്റായത് ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണല്ലേ, ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗൽ. അതാണ് തെറ്റായത്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ എ റഷ്യ, ഓപ്ഷൻ ബി ഇറാൻ, ഓപ്ഷൻ സി ഫ്രാൻസ്, ഓപ്ഷൻ ഡി നേപ്പാൾ. ഏത് രാജ്യമാണ് വിസ ഇളവ് അനുവദിച്ചത്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഇറാൻ ആണ് അല്ലെ, ഇറാൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ലോകസഭാ തെരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? 2024 ലോകസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്, ഹരിയാന, ഓപ്ഷൻ ബി ഒഡീഷ, ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, തമിഴ്നാട്, ഓപ്ഷൻ ഡി ഹരിയാന, പഞ്ചാബ്. 2024 ലോകസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഏതെല്ലാമാണ്? ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളില് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക. ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളില് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 1 കണ്ണൂര്, 2 കാസർഗോഡ്, 3 തൃശ്ശൂർ, 4 പാലക്കാട്. ഏതൊക്കെ ജില്ലകളാണ്
കർണാടകയുമായി അതിർത്തി പങ്കിടുന്നത്? കേരളത്തിലെ ജില്ലകളാണ് ഈ താഴെ തന്നിട്ടുള്ളത്. അതിനകത്ത് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ 1 ആൻഡ് 2, ഓപ്ഷൻ ബി 2 ആൻഡ് 3, ഓപ്ഷൻ സി 3 ആൻഡ് 4, ഓപ്ഷൻ ഡി 1 ആൻഡ് 4. ഏതാണ് ശരി ഉത്തരം? ആലോചിച്ച് നോക്കിയേ. 1ഉം 2ഉം ആണ് അല്ലെ. കണ്ണൂരും കാസർഗോഡുമാണ് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ 2 ജില്ലകൾ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ 78, ഓപ്ഷൻ ബി 63, ഓപ്ഷൻ സി 92, ഓപ്ഷൻ ഡി 67. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? 78 ആണ് അല്ലെ. 78 ആണ് കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം. പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. 4 പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത്. അതിൻ്റെ അകത്ത് പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ, ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഓപ്ഷൻ ബി, ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. ഓപ്ഷൻ സി, എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലുമായി ചേരുന്നത്. ഓപ്ഷൻ ഡി, ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതാണ് പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന? ചോദ്യം കൃത്യമായിട്ട് വായിക്കണം. പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന? ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ ബി ആണ് അല്ലെ. ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. അതാണ് പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക. 4 ജലവൈദ്യുത പദ്ധതികൾ താഴെ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ചേരാത്ത ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ പള്ളിവാസൽ ഇടുക്കി, ഓപ്ഷൻ ബി ഷോളയാർ പാലക്കാട്, ഓപ്ഷൻ സി കുറ്റ്യാടി കോഴിക്കോട്, ഓപ്ഷൻ ഡി കല്ലട കൊല്ലം. ഏതാണ് ഇതിനകത്ത് ചേരാത്ത ജോഡി? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവരും PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ജലവൈദ്യുത പദ്ധതികളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചേരാത്ത ജോഡി ഏതാണ്? ഷോളയാർ പാലക്കാടാണ് ചേരാത്ത ജോഡി. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? 4 വന്യജീവി സങ്കേതങ്ങളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലെ ഓപ്ഷൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഓപ്ഷൻ എ കുറിഞ്ഞിമല, ഓപ്ഷൻ ബി ചിന്നാറ്, ഓപ്ഷൻ സി പെരിയാറ്, ഓപ്ഷൻ ഡി ആറളം. ഏതാണ് ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത്? ആറളമാണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് ഇടുക്കി ജില്ലയുമായിട്ട് ബന്ധമില്ലാത്ത. ആറളമാണ്. ആറളം വന്യജീവി സങ്കേതമാണ് ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏത്? വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ മതികെട്ടാൻ ചോല ദേശീയോദ്യാനം, ഓപ്ഷൻ ബി ഇരവികുളം ദേശീയോദ്യാനം, ഓപ്ഷൻ സി സൈലന്റ് വാലി ദേശീയോദ്യാനം, ഓപ്ഷൻ ഡി പാമ്പാടും ചോല ദേശീയോദ്യാനം. എവിടെയാണ് വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം? എല്ലാവരും ഒന്ന് ആലോചിച്ച്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇരവികുളം ദേശീയോദ്യാനം. അവിടെയാണ് വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. യോജിക്കുന്നവ കണ്ടെത്തുക. താഴെ 5 എണ്ണം തന്നിട്ടുണ്ട് അല്ലെ. പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളുമാണ് താഴെ കൊടുത്തിട്ടുള്ളത് 5 എണ്ണം. അതിൽ യോജിക്കുന്നവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 1 ബേപ്പൂർ കോഴിക്കോട്, 2 മുനമ്പം എറണാകുളം, 3 ശക്തികുളങ്ങര ആലപ്പുഴ, 4 തോപ്പുംപടി തൃശ്ശൂർ, 5 അഴീക്കൽ കൊല്ലം. ഇതിൻ്റെ അകത്ത് യോജിക്കുന്നവ ഏതൊക്കെയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് യോജിക്കുന്നവ? കണ്ടെത്തിയോ? 1ഉം 2ഉം 5ഉമാണ് യോജിക്കുന്നത്. ഒന്നാമത്തെ ഏതാണ്? ബേപ്പൂർ കോഴിക്കോട്. മുനമ്പം രണ്ടാമത്തെ ഏതാണ്? മുനമ്പം എറണാകുളം. 5ാമത്തെ ഏതാണ്? അഴീക്കൽ കൊല്ലം. ഈ 3ഉമാണ് യോജിക്കുന്നവ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം M ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം M ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഹോക്കി, ഓപ്ഷൻ ബി അത്ലറ്റിക്സ്, ഓപ്ഷൻ സി ഫുട്ബോൾ, ഓപ്ഷൻ ഡി ക്രിക്കറ്റ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് അല്ലെ.
അത്ലറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തെരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തെരഞ്ഞെടുപ്പ് ഏതാണ്? ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തെരഞ്ഞെടുപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം അല്ലെ. ഓപ്ഷൻ എ ഇന്ത്യൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, ഓപ്ഷൻ ബി ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഓപ്ഷൻ സി നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഓപ്ഷൻ ഡി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ഏതാണ് ഉത്തരം? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തെരഞ്ഞെടുപ്പ്. ബാക്കിയെല്ലാം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന തെരഞ്ഞെടുപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിന്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിന്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ അന്ത്യോദയ അന്ന യോജന, ഓപ്ഷൻ ബി അന്നപൂർണ, ഓപ്ഷൻ സി സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്കർ യോജന, ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഏതാണ് ശരിയുത്തരം? നഗരങ്ങളിൽ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിന്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അടുത്ത ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ബി വൈകുണ്ഠ സ്വാമികൾ, ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ഡി അയ്യങ്കാളി. ആരാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വൈകുണ്ഠ സ്വാമികൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ഓപ്ഷൻ എ ബ്രസീൽ, ഓപ്ഷൻ ബി ചൈന, ഓപ്ഷൻ സി അമേരിക്ക, ഓപ്ഷൻ ഡി ഇന്ത്യ. ഏതാണ് ശരി ഉത്തരം? ലോകത്താണ് ചോദ്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ഏതാണ്? ഇന്ത്യയാണ് അല്ലെ. എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണമെന്ന് പറയാൻ കാരണം എന്ത്? ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണമെന്ന് പറയാൻ കാരണം എന്ത്? ഓപ്ഷൻ എ ആഹാരത്തിന്റെ രുചി അറിയാൻ, ഓപ്ഷൻ ബി പല്ലിന് വ്യായാമം ലഭിക്കാൻ, ഓപ്ഷൻ സി ദഹനം സുഗമമാക്കാൻ, ഓപ്ഷൻ ഡി ആഹാരത്തില് ഹൈഡ്രോക്ലോറിക് ആസിഡ് കലരാൻ. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണമെന്ന് പറയാൻ കാരണം എന്ത്? ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ഏതാണ് അതിന്റെ ആൻസർ? ദഹനം സുഗമമാക്കാൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ഓപ്ഷൻ എ ലാക്റ്റിക് ആസിഡ്, ഓപ്ഷൻ ബി മാലിക് ആസിഡ്, ഓപ്ഷൻ സി സിട്രിക് ആസിഡ്, ഓപ്ഷൻ ഡി അസറ്റിക് ആസിഡ്. ഏതാണ് ശരി ഉത്തരം? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ഏതാണ്? മാലിക് ആസിഡ് ആണ് അല്ലെ. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? മാലിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ സൗര ദൗത്യത്തിന്റെ പേര് എന്ത്? ഇന്ത്യയുടെ സൗര ദൗത്യത്തിന്റെ പേര് എന്ത്? ഓപ്ഷൻ എ ആദിത്യ L1, ഓപ്ഷൻ ബി മംഗൾയാൻ, ഓപ്ഷൻ സി ചന്ദ്രയാൻ, ഓപ്ഷൻ ഡി ഗഗൻയാൻ. ഏതാണ് ശരി ഉത്തരം? ഇന്ത്യയുടെ സൗര ദൗത്യത്തിന്റെ പേര് എന്ത്? ആദിത്യ L1 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഏകദിന ക്രിക്കറ്റില് ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആര്? ഏകദിന ക്രിക്കറ്റില് ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആര്? ഓപ്ഷൻ എ രോഹിത് ശർമ്മ, ഓപ്ഷൻ ബി KL രാഹുൽ, ഓപ്ഷൻ സി വിരാട് കോഹ്ലി, ഓപ്ഷൻ ഡി സച്ചിൻ തെണ്ടുൽക്കർ. ആരാണ് യഥാർത്ഥ ശരി ഉത്തരം? ആരാണ് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം? ആരാണ്? വിരാട് കോഹ്ലിയാണ് അല്ലെ. വിരാട് കോഹ്ലിയാണ് ഏകദിന ക്രിക്കറ്റില് ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം. അടുത്ത ക്വസ്റ്റ്യൻ. മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആര്? മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ ആര്? ഓപ്ഷൻ എ അല്ലു അർജുൻ, ഓപ്ഷൻ ബി മമ്മൂട്ടി, ഓപ്ഷൻ സി അമിതാഭ് ബച്ചൻ, ഓപ്ഷൻ ഡി രജനികാന്ത്. ആരാണ് ശരി ഉത്തരം? അല്ലു അർജുൻ ആണ് മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയ നടൻ. ആരാണ്? അല്ലു അർജുൻ. അടുത്ത ക്വസ്റ്റ്യൻ.
2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ്? 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ്? ഓപ്ഷൻ എ ലണ്ടൻ, ഓപ്ഷൻ ബി മോസ്കോ, ഓപ്ഷൻ സി ബീജിംഗ്, ഓപ്ഷൻ ഡി പാരീസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, പാരീസ്. 2024 സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ്? പാരീസ്. അടുത്ത ക്വസ്റ്റ്യൻ, നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ ജനിതക രോഗങ്ങള്, ഓപ്ഷൻ ബി തൊഴിൽജന്യ രോഗങ്ങള്, ഓപ്ഷൻ സി അപര്യാപ്തത രോഗങ്ങള്, ഓപ്ഷൻ ഡി ഇവ ഏതുമല്ല. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? അപര്യാപ്തത രോഗങ്ങൾ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. അപര്യാപ്തത രോഗങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങള് അപര്യാപ്തത രോഗങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം നെല്ലിനങ്ങൾ ഏവ? താഴെ തന്നിരിക്കുന്ന ഓപ്ഷന്റെ അകത്ത് സങ്കര ഇനം നെല്ലിനങ്ങൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലോല മാലിക, ഓപ്ഷൻ ബി കിരൺ അർക്ക, ഓപ്ഷൻ സി സൂര്യ ശ്വേത, ഓപ്ഷൻ ഡി പവിത്ര അന്നപൂർണ. ഏതാണ് സങ്കര ഇനം നെല്ലിനങ്ങള്? പവിത്ര, അന്നപൂർണ എന്നിവയാണ് സങ്കര ഇനം നെല്ലിനങ്ങള്. അടുത്ത ക്വസ്റ്റ്യൻ, ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 4 പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലെ. അതിന്റെ അകത്ത് ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോന്നും നോക്കാം അല്ലെ. ഓപ്ഷൻ എ ദീർഘകാലം മണ്ണിൽ നശിക്കാതെ കിടക്കുന്നു, ഓപ്ഷൻ ബി മണ്ണിലേക്ക് ജലം ഇറങ്ങുന്നത് തടയുന്നു, ഓപ്ഷൻ സി വേരുകളുടെ വളർച്ച തടസ്സപ്പെടുത്തുന്നു, ഓപ്ഷൻ ഡി മണ്ണിലെ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. ഏതാണ് ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഏതാണ്? മണ്ണിലെ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. അതാണ് ശരിയല്ലാത്ത പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ, എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം? എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം? 1 കാൽസ്യം, 2 സോഡിയം, 3 ഫോസ്ഫറസ്, 4 അയഡിൻ. ഓപ്ഷൻ എ 1 ശരി 3 ശരി, ഓപ്ഷൻ ബി 2 ശരി 4 ശരി, ഓപ്ഷൻ സി 1 തെറ്റ് 2 ശരി, ഓപ്ഷൻ ഡി 3 തെറ്റ് 4 ശരി. ഏതാണ് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെ നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം? ഏതെല്ലാമാണ്? 1 ശരി 3 ശരി. 1 കാൽസ്യം ശരിയാണ്, 3 ഏതാണ്? ഫോസ്ഫറസും ശരിയാണ്. അപ്പോൾ 1 3 കാൽസ്യവും ഫോസ്ഫറസുമാണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ? 4 ജീവികളുടെ പേരുകൾ താഴെ തന്നിട്ടുണ്ട്. അതിന്റെ അകത്ത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 സഞ്ചാരിപ്രാവ്, 2 മലമുഴക്കി വേഴാമ്പല്, 3 മലബാർ വെരുക, 4 ക്വാഗ. ഏതാണ് ഇതിന്റെ അകത്ത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1 ശരി 2 തെറ്റ്, ഓപ്ഷൻ ബി 2 തെറ്റ് 4 ശരി, ഓപ്ഷൻ സി 2 ശരി 3 ശരി, ഓപ്ഷൻ ഡി 1 ശരി 4 ശരി. ഏതാണ് ഇതിന്റെ അകത്ത് ശരിയായത്? 2 ശരി 3 ശരി. 2 ഏതാണ്? മലമുഴക്കി വേഴാമ്പല്. 3 ഏതാണ്? മലബാർ വെരുക. ഇവയാണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ. മലമുഴക്കി വേഴാമ്പലും മലബാർ വെരുകും. അടുത്ത ക്വസ്റ്റ്യൻ, 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല? 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല? ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി വയനാട്, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി ഇടുക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, കോഴിക്കോട്. 2023 നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല കോഴിക്കോട്. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് വർഷമായാണ് ആചരിക്കുന്നത്? ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് വർഷമായാണ് ആചരിക്കുന്നത്? ഓപ്ഷൻ എ നെല്ല്, ഓപ്ഷൻ ബി ജൈവ വൈവിധ്യം, ഓപ്ഷൻ സി മണ്ണ്, ഓപ്ഷൻ ഡി ചെറുധാന്യങ്ങൾ. ഐക്യരാഷ്ട്ര സംഘടന 2023 എന്ത് വർഷമായാണ് ആചരിക്കുന്നത്? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ.
ചെറുധാന്യങ്ങൾ വർഷമായാണ് ആചരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടന 2023 ചെറുധാന്യങ്ങൾ വർഷമായാണ് ആചരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. ജോഡിയിലായിട്ട് ചില ലോഹങ്ങളും അവയുടെ അയിരുകളുമാണ് താഴെ തന്നിരിക്കുന്നത്. 4 എണ്ണമായിട്ട് തന്നിട്ടുണ്ട്. 4 ജോഡികൾ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ശരിയല്ലാത്ത ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓരോ ജോഡിയും നമുക്ക് നോക്കാം അല്ലെ. ഓപ്ഷൻ എ അലുമിനിയം ബോക്സൈറ്റ്, ഓപ്ഷൻ ബി സിങ്ക് ഗലീന, ഓപ്ഷൻ സി ഇരുമ്പ് ഹേമറ്റൈറ്റ്, ഓപ്ഷൻ ഡി കോപ്പർ കുപ്രൈറ്റ്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ സാധിച്ചു. ഏതാണ് ശരി ഉത്തരം? സിങ്ക് ഗലീനയാണ് അല്ലെ. സിങ്ക് ഗലീനയാണ് ശരിയല്ലാത്ത ജോഡി. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ഗതികോർജം താഴെ തന്നിരിക്കുന്നതിൽ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു? ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ഗതികോർജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു? 1 ഉയരം, 2 മാസ്, 3 പ്രവേഗം, 4 ഗുരുത്വാകർഷണ ബലം. എന്തിനെല്ലാമാണ് ഗതികോർജം ആശ്രയിക്കുന്നത്? ഈ 4 എണ്ണത്തിനകത്ത് ഏതിനെയൊക്കെയാണ് ഗതികോർജം ആശ്രയിക്കുന്നത്? ഓപ്ഷൻ എ 1ഉം 2ഉം, ഓപ്ഷൻ ബി 3ഉം 4ഉം, ഓപ്ഷൻ സി 2ഉം 3ഉം, ഓപ്ഷൻ ഡി 1ഉം 4ഉം. ഏതിനെയൊക്കെയാണ് ഗതികോർജം ആശ്രയിക്കുന്നത്? 2ഉം 3ഉം. ഏതൊക്കെയാണ്? മാസും പ്രവേഗവും. മാസും പ്രവേഗത്തെയാണ് ഗതികോർജം ആശ്രയിക്കുന്നത്. മാസ്, പ്രവേഗം. അടുത്ത ക്വസ്റ്റ്യൻ. എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗക്കി, ബവേൽഡി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ ഇക്കനോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗക്കി, ബവേൽഡി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ ഇക്കനോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ഓപ്ഷൻ എ ക്ലിക്ക് കെമിസ്ട്രി, ഓപ്ഷൻ ബി കോവിഡ് വാക്സിൻ, ഓപ്ഷൻ സി ഓർഗാനോ കറ്റാലിസിസ്, ഓപ്ഷൻ ഡി ക്വാണ്ടം ഡോട്ട്സ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ക്വാണ്ടം ഡോട്ട്സ്. ക്വാണ്ടം ഡോട്ട്സുമായി ബന്ധപ്പെട്ടാണ് മൗക്കി, ബവേൻഡി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ ഇക്കനോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ക്വാണ്ടം ഡോട്ട്സ്. അടുത്ത ക്വസ്റ്റ്യൻ. ശബ്ദ തരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. 4 പ്രസ്താവനകളാണ് അല്ലെ താഴെ തന്നിട്ടുണ്ട്. അത് ശബ്ദ തരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളാണ് ഈ 4 എണ്ണം. അതിൻ്റെ അകത്ത് ശരിയല്ലാത്തവ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോന്നും പ്രസ്താവനകൾ നോക്കാം അല്ലെ. 1 വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാവുന്നത്. 2 ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമാണ്. 3 സാധാരണഗതിയിൽ ഒരാൾക്ക് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ആവൃത്തിയുള്ള ശബ്ദം കേൾക്കാൻ കഴിയും. 4 ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ്. അപ്പോൾ ഈ പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 2ഉം 3ഉം, ഓപ്ഷൻ ബി സി 4 മാത്രം, ഓപ്ഷൻ ഡി 3 മാത്രം. ഏതാണ് ഇതിനകത്ത് ശരിയല്ലാത്തവ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ സി ആണ്, 4 മാത്രമാണ് ശരിയല്ലാത്തവ. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ് എന്നത് മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരുന്ന പ്രൊപ്പല്ലന്റ് ഏത്? ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരുന്ന പ്രൊപ്പല്ലന്റ് ഏത്? ഓപ്ഷൻ എ ബ്യൂട്ടൈൻ, ഓപ്ഷൻ ബി ദ്രാവക അമോണിയ, ഓപ്ഷൻ സി സൾഫർ ഡയോക്സൈഡ്, ഓപ്ഷൻ ഡി ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരുന്ന പ്രൊപ്പല്ലന്റ് ഏതാണ്? ഈ ഓപ്ഷന്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. അടുത്ത ക്വസ്റ്റ്യൻ. X എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 1 ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി 11. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, 3. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച്
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. അതായത് ഈ ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് 4 പ്രസ്താവനകൾ താഴെ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ 4 പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോ പ്രസ്താവനയും നോക്കാം അല്ലെ. 1, ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. 2, ഹൈഡ്രജൻ ഒരു ലോഹമാണ്. 3, ഹൈഡ്രജന്റെ ഒരു ഐസോട്രോപ്പ് ആണ് റേഡിയം. 4, സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1ഉം 3ഉം, ഓപ്ഷൻ ബി 2ഉം 3ഉം, ഓപ്ഷൻ സി 1ഉം 4ഉം, ഓപ്ഷൻ ഡി മുകളിൽ ഉള്ളവയെല്ലാം. അപ്പോൾ ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് ഈ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഒന്നാമത്തെ ഏതാണ്? ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. 4മത്തെ ഏതാണ്? സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. അപ്പോൾ 1ഉം 4ഉമാണ് പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗാണു. ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗാണു. ഓപ്ഷൻ എ ബാക്ടീരിയ, ഓപ്ഷൻ ബി വൈറസ്, ഓപ്ഷൻ സി ഫംഗസ്, ഓപ്ഷൻ ഡി പ്രോട്ടോസോവ. ഏതാണ് ശരിയായ ഉത്തരം? ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗാണു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പെട്ടെന്ന് കണ്ടുപിടിക്കണം കേട്ടോ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ബാക്ടീരിയ. ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗാണു ബാക്ടീരിയ. അടുത്ത ക്വസ്റ്റ്യൻ. കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവ? കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവ? 1, മഞ്ഞപ്പിത്തം, 2, മന്ത്, 3, മീസൽസ്, 4, മലമ്പനി. കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവ? അപ്പോൾ 4 രോഗങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1 ശരി 3 ശരി, ഓപ്ഷൻ ബി 1 2 തെറ്റ് 3 ശരി, ഓപ്ഷൻ സി 3 ശരി 4 തെറ്റ്, ഓപ്ഷൻ ഡി 2 ശരി 4 ശരി. ഏതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന 4എണ്ണത്തിനകത്ത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഏതൊക്കെയാണ്? 2 ശരി 4ഉം ശരി. 2 ഏതാണ്? മന്ത്. 4 ഏതാണ്? മലമ്പനി. അപ്പോൾ കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങളാണ് മന്തും മലമ്പനിയും. അടുത്ത ക്വസ്റ്റ്യൻ. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 4 പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലെ. അതിൻ്റെ അകത്ത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന ഈ 4എണ്ണത്തിനകത്ത് ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ പ്രസ്താവനയും നമുക്ക് നോക്കാം അല്ലെ. ഒന്നാമത്തെ പ്രസ്താവന, സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരുതരം ധാന്യകമാണ് ഇത്. 2, ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്നു. 3, ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 4, ഊർജ ഉൽപാദനത്തിന് സഹായിക്കുന്നു. അങ്ങനെ 4 പ്രസ്താവനകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതാണെന്നൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1 ശരിയാണ് 3 ശരി, ഓപ്ഷൻ ബി 2 ശരി 4 ശരി, ഓപ്ഷൻ സി 1 തെറ്റ് 2 ശരി, ഓപ്ഷൻ ഡി 3 തെറ്റ് 4 ശരി. ഏതാണ് ഈ ഓപ്ഷൻ്റെ അകത്ത് ശരിയായിട്ടുള്ള? ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ എന്ന് ഈ ഓപ്ഷൻ്റെ അകത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ഓപ്ഷൻ ശരിയായിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1 ശരി 3ഉം ശരി. അപ്പോൾ ഒന്നാമത്തെ ഏതാണ്? സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരുതരം ധാന്യകമാണിത്. ഏതാണ് മൂന്നാമത്തേത്? ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ 1ഉം ശരിയാണ് 3ഉം ശരിയാണ്. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായിട്ടുള്ളവ ഏതൊക്കെയാണ്? 1ഉം ശരിയാണ് 3ഉം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ.
ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് ഏതാണ്? ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണം ഏതാണ്? ഓപ്ഷൻ എ തെർമോമീറ്റർ, ഓപ്ഷൻ ബി സ്റ്റെതസ്കോപ്പ്, ഓപ്ഷൻ സി ബാരോമീറ്റർ, ഓപ്ഷൻ ഡി ലാക്ടോമീറ്റർ. എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ. വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? 4 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അത് വാക്സിനുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. അതിൻ്റെ അകത്ത് ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വാക്സിനുകൾ എല്ലാം കുത്തിവയ്പിലൂടെ നൽകുന്നവയാണ്. ഓപ്ഷൻ ബി രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന വസ്തുക്കളാണ്. ഓപ്ഷൻ സി ഡോക്ടർ എഡ്വേർഡ് ജെന്നർ ആണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത്. ഓപ്ഷൻ ഡി ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നൽകുന്ന വാക്സിനുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ഈ 4 പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാക്സിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ 4 തന്നിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ശരിയല്ലാത്തത് ഏതാണ് എന്ന് ആണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തത് ഏതാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ എ ആണ് ശരിയല്ലാത്തത്. വാക്സിനുകൾ എല്ലാം കുത്തിവയ്പിലൂടെ നൽകുന്നവയാണ്. അതാണ് ശരിയല്ലാത്ത പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ. വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ കണ്ണ്, ഓപ്ഷൻ ബി ചെവി, ഓപ്ഷൻ സി മൂക്ക്, ഓപ്ഷൻ ഡി നാക്ക്. ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിയേ, പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കണ്ണ്. വൈറ്റ് കെയിൻ, ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി കണ്ടെത്തുക. 4 ജോഡികളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലെ. അതിൻ്റെ അകത്ത് ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോ ജോഡി ഒന്ന് നോക്കാം അല്ലെ. ഓപ്ഷൻ എ ക്ഷയം വൈറസ്, ഓപ്ഷൻ ബി ചിക്കൻ ബോക്സ് പ്ലാസ്മോഡിയം, ഓപ്ഷൻ സി മലേറിയ ഫംഗസ്, ഓപ്ഷൻ ഡി ഡയേറിയ ബാക്ടീരിയ. ഇതിന്റെ അകത്ത് ശരിയായ ജോഡി ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, പെട്ടെന്ന് ആലോചിക്കണം കേട്ടോ. ഏതാണ് ശരിയായ ജോഡി? ഡയേറിയ ബാക്ടീരിയയാണ് ശരിയായ ജോഡി. അടുത്ത ക്വസ്റ്റ്യൻ. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. 4 പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലെ. അത് ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകളാണ്. അതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ളവ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4 പ്രസ്താവനയെ നമുക്ക് നോക്കാം, ഓരോന്നും നോക്കാം അല്ലെ. ഒന്ന്, ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു. 2, പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. 3, അണുബാധ. 4, ജീനുകൾക്ക് ഉണ്ടാകുന്ന തകരാറുകൾ. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1 ശരി 2 ശരി, ഓപ്ഷൻ ബി 3 ശരി 4 ശരി, ഓപ്ഷൻ സി 2 തെറ്റ് 3 ശരി, ഓപ്ഷൻ ഡി 3 ശരി 4 തെറ്റ്. ഏതാണ് ഈ ഓപ്ഷന്റെ അകത്ത് കറക്റ്റ് ആയിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1 ശരി 2 ശരി. ഒന്ന് ഏതാണ്? ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു. 2 ഏതാണ്? പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. അപ്പോൾ ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളവ. അടുത്ത ക്വസ്റ്റ്യൻ. വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? വിറ്റാമിനുകളുമായിട്ട് ബന്ധപ്പെട്ട് 4 പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലെ. അതിന്റെ അകത്ത് ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോന്നും പ്രസ്താവനകൾ നോക്കാം അല്ലെ. ഓപ്ഷൻ എ വിറ്റാമിൻ കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. ഓപ്ഷൻ ബി വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നതാണ്. ഓപ്ഷൻ സി വിറ്റാമിൻ ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു. ഓപ്ഷൻ ഡി വിറ്റാമിൻ ബി വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. അപ്പോൾ ഇതിന്റെ അകത്ത് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഏതാണ്? വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തില്
വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ്? കേരളത്തില് വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ്? 1. ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. 2. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. 3. ആഹാര പദാർത്ഥങ്ങൾ അടച്ചു സൂക്ഷിക്കുക. 4. കൊതുകുവല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക. ഓപ്ഷൻ എ 1 തെറ്റ്, 2 ശരി. ഓപ്ഷൻ ബി 2 ശരി, 3 ശരി. ഓപ്ഷൻ സി 1 ശരി, 4 ശരി. ഓപ്ഷൻ ഡി 1 തെറ്റ്, 3 ശരി. അപ്പോൾ കേരളത്തില് വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ് ഈ 4 ഏതാണ് ശരി? ഓപ്ഷൻ ഏതാണ് ശരി? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 1 ശരി, 4 ശരി. 1 ഏതാണ്? ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. 4. കൊതുകുവല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക. അതാണ് കേരളത്തില് വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ. അടുത്ത ക്വസ്റ്റ്യൻ. ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഹൃദയം, ഓപ്ഷൻ ബി ശ്വാസകോശം, ഓപ്ഷൻ സി വൃക്ക, ഓപ്ഷൻ ഡി കരൾ. ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് അവയവമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആലോചിച്ച് നോക്കിയേ. ആലോചിച്ചോ? കിട്ടിയോ എല്ലാവർക്കും ആൻസർ? ഏതാ ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഹൃദയം. ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഹൃദയം എന്ന അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തിടെ GITAG ലഭിച്ച ചോക്കുവ അരി ഏതു സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു? അടുത്തിടെ GITAG ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു? ഓപ്ഷൻ എ ബീഹാർ, ഓപ്ഷൻ ബി ബംഗാൾ, ഓപ്ഷൻ സി ആസാം, ഓപ്ഷൻ ഡി മേഘാലയ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ആസാം. അടുത്ത ക്വസ്റ്റ്യൻ. 2023 ഓഗസ്റ്റില് EG 5.1 ERIS എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം. 2023 ഓഗസ്റ്റില് EG 5.1 എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് 2023 ഓഗസ്റ്റില് EG 5.1 എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം. ഏതാണ്? മഹാരാഷ്ട്ര. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരള, കർണാടക, തമിഴ്നാട്, ഉത്തർപ്രദേശ്. ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്? എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണല്ലേ. ഏതാണ്? കേരളം. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം. അപ്പോൾ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ എ AO ഹ്യൂം, ഓപ്ഷൻ ബി WC ബാനർജി, ഓപ്ഷൻ സി ദാദാഭായ് നവറോജി, ഓപ്ഷൻ ഡി ഫിറോസ് ഷാ മേത്ത. ആരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ? ആരായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിയേ, പെട്ടെന്ന് കണ്ടുപിടിക്കണം. ആരായിരുന്നു? WC ബാനർജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. WC ബാനർജി. അടുത്ത ക്വസ്റ്റ്യൻ. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം. ഓപ്ഷൻ എ ബോംബെ, ഓപ്ഷൻ ബി കൽക്കട്ട, ഓപ്ഷൻ സി ധാക്ക, ഓപ്ഷൻ ഡി ലാഹോർ. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ധാക്കയാണ് ശരി ഉത്തരം. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം എവിടെയാണ്? ധാക്ക. അടുത്ത ക്വസ്റ്റ്യൻ. 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു? 1905
ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻ എ കഴ്സൺ പ്രഭു, ഓപ്ഷൻ ബി വില്യം ബെന്റിക് പ്രഭു, ഓപ്ഷൻ സി കോൺവാലിസ് പ്രഭു, ഓപ്ഷൻ ഡി ലിട്ടൺ പ്രഭു. ആരാണ് 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരി ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിക്കണം. ആരായിരുന്നു? കഴ്സൺ പ്രഭു ആയിരുന്നു 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി. അടുത്ത ക്വസ്റ്റ്യൻ. തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരെല്ലാമായിരുന്നു? തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരെല്ലാമായിരുന്നു? 4 നേതാക്കന്മാരുടെ പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ ആരൊക്കെയായിരുന്നു തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 ബാലഗംഗാധര തിലക്, 2 ദാദാഭായ് നവറോജി, 3 ലാലാ ലജ്പത് റായ്, 4 ഗോപാലകൃഷ്ണ ഗോഖലെ. ഓപ്ഷൻ എ 1, 4, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി 3, 4. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരെല്ലാമായിരുന്നു? 1ഉം 3ഉം ആരാണ്? ബാലഗംഗാധര തിലകും പിന്നെ ആരാണ്? ലാലാ ലജ്പത് റായിയും. അപ്പോൾ ബാലഗംഗാധര തിലകും ലാലാ ലജ്പത് റായിയും ആയിരുന്നു തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി സ്വാമി ദയാനന്ദ സരസ്വതി, ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദൻ, ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. ആരാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരായിരുന്നു? ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ സി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഓപ്ഷൻ ഡി ഗുൽസർലാൽ നന്ദ. ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ എ ജനുവരി 26, ഓപ്ഷൻ ബി ഡിസംബർ 9, ഓപ്ഷൻ സി ഓഗസ്റ്റ് 12, ഓപ്ഷൻ ഡി നവംബർ 26. ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നാണ് ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്? നവംബർ 26. നവംബർ 26-നാണ് ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ എഴുതപ്പെട്ട ഭരണഘടന, ഓപ്ഷൻ ബി പ്രസിഡൻഷ്യൽ ഭരണ സമ്പ്രദായം, ഓപ്ഷൻ സി മൗലിക അവകാശങ്ങള്, ഓപ്ഷൻ ഡി സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, പ്രസിഡൻഷ്യൽ സമ്പ്രദായം. പ്രസിഡൻഷ്യൽ സമ്പ്രദായം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം ഏത്? 4 രാജ്യങ്ങളുടെ പേരുകളാണ് താഴെ തന്നിട്ടുള്ളത്. അതില് എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 ഇന്ത്യ, 2 ബ്രിട്ടൻ, 3 ഇസ്രായേൽ, 4 അമേരിക്കൻ ഐക്യനാടുകള്. ഓപ്ഷൻ എ 2, 4, ഓപ്ഷൻ ബി 1, 3, ഓപ്ഷൻ സി 1, 4, ഓപ്ഷൻ ഡി 2, 3. ഏതൊക്കെ രാജ്യങ്ങളിലാണ് എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ളത്? ഏതൊക്കെ രാജ്യങ്ങളിലാണ്? 1ഉം 4ഉം. 1 ഇന്ത്യ, 4 അമേരിക്കൻ ഐക്യനാടുകള്. ഇന്ത്യയിലും അമേരിക്കൻ ഐക്യനാടുകളിലുമാണ് എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏത്? താഴെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഓപ്ഷൻ ബി സമത്വത്തിനുള്ള അവകാശം, ഓപ്ഷൻ സി ചൂഷണത്തിനെതിരായുള്ള അവകാശം, 4 ഓപ്ഷൻ ഡി സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. അപ്പോൾ എല്ലാവർക്കും അറിയാം അല്ലെ, മൗലികാവകാശങ്ങളിൽ പെടാത്ത ഏതാണ്? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. മൗലികാവകാശങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. അടുത്ത ക്വസ്റ്റ്യൻ. പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? പയ്യന്നൂരില് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ എ പി കൃഷ്ണപിള്ള, ഓപ്ഷൻ ബി കെ കേളപ്പൻ, ഓപ്ഷൻ സി മുഹമ്മദ് അബ്ദുറഹ്മാൻ, ഓപ്ഷൻ ഡി കെ മാധവൻ നായർ.
പയ്യന്നൂരില് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ശരി ഉത്തരം ആലോചിച്ചോ, കണ്ടുപിടിച്ചോ? ആരാണ്? കെ കേളപ്പൻ. കെ കേളപ്പനാണ് പയ്യന്നൂരില് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. അടുത്ത ക്വസ്റ്റ്യൻ. സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം. സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം. ഓപ്ഷൻ എ ഉപ്പ് സത്യാഗ്രഹം, ഓപ്ഷൻ ബി മലബാർ കലാപം, ഓപ്ഷൻ സി പുന്നപ്ര വയലാർ സമരം, ഓപ്ഷൻ ഡി ഗുരുവായൂർ സത്യാഗ്രഹം. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഗുരുവായൂർ സത്യാഗ്രഹമാണ് ശരി ഉത്തരം. സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമികൾ, ഓപ്ഷൻ ഡി അയ്യങ്കാളി. ആരാണ്? മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരി ഉത്തരം ഏതാണ്? ശ്രീനാരായണ ഗുരുവാണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ആര്? പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻ എ വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ഡി കുമാര ഗുരുദേവൻ. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ആര്? ആരാണ് പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചട്ടമ്പി സ്വാമികളാണ് ശരി ഉത്തരം. ചട്ടമ്പി സ്വാമികൾ. ബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന മലയാളി. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന മലയാളി. ഓപ്ഷൻ എ ഇ മൊയ്തു മൗലവി, ബി ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ, ഓപ്ഷൻ സി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, ഓപ്ഷൻ ഡി കുഞ്ഞഹമ്മദ് ഹാജി. ആരാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന മലയാളി? ഒന്ന് ആലോചിച്ചു നോക്കിയേ. നിങ്ങൾക്കറിയാവുന്നതാണ്, പെട്ടെന്ന് കണ്ടുപിടിക്കണം. ആരാണ്? വക്കം അബ്ദുൾ ഖാദർ ആണ് ശരി ഉത്തരം. വക്കം അബ്ദുൾ ഖാദർ. അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ പദ്ധതി. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ പദ്ധതി. ഓപ്ഷൻ എ ആദിത്യ L1, ഓപ്ഷൻ ബി മംഗൾയാൻ, ഓപ്ഷൻ സി ഗഗൻയാൻ, ഓപ്ഷൻ ഡി ചന്ദ്രയാൻ 3. ഏതാണ് ശരി ഉത്തരം? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ പദ്ധതി ഏതാണ്? ഗഗൻയാൻ ആണ് കറക്റ്റ് ആൻസർ. ഗഗൻയാൻ. അടുത്ത ക്വസ്റ്റ്യൻ. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ സ്പെയിൻ, ഓപ്ഷൻ ബി അർജന്റീന, ഓപ്ഷൻ സി ജർമ്മനി, ഓപ്ഷൻ ഡി പോർച്ചുഗൽ. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം സ്പെയിൻ. സ്പെയിൻ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏത്? സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഓപ്ഷൻ എ ഇന്ത്യൻ നാഷണൽ ആർമി, ഓപ്ഷൻ ബി സത്യശോധക് സമാജ്, ഓപ്ഷൻ സി അഭിനവ് ഭാരത് സൊസൈറ്റി, ഓപ്ഷൻ ഡി ഫോർവേഡ് ബ്ലോക്ക്. സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏത്? ഏതാണ്? ഫോർവേഡ് ബ്ലോക്ക്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഫോർവേഡ് ബ്ലോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏത്? മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏത്? ഓപ്ഷൻ എ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ, ഓപ്ഷൻ ബി വില്യം ലോഗൻ കമ്മീഷൻ, ഓപ്ഷൻ സി ഹണ്ടർ കമ്മീഷൻ, ഓപ്ഷൻ ഡി കോത്താരി കമ്മീഷൻ. മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏത്? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വില്യം ലോഗൻ കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ ആര്? ചോദ്യം ശരിക്കും വായിക്കണം.
നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ ആര്? ഓപ്ഷൻ എ പട്ടും താണുള്ള, ഓപ്ഷൻ ബി VP മേനോൻ, ഓപ്ഷൻ സി ഫസൽ അലി, ഓപ്ഷൻ ഡി സി ശങ്കരൻ നായർ. ആരാണ് കേരളീയൻ? ആരാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത് സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ ആരാണ്? VP മേനോൻ. VP മേനോൻ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലയ്ക്കാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലയ്ക്കാണ്? ഓപ്ഷൻ എ കാർഷിക മേഖല, ഓപ്ഷൻ ബി സേവന മേഖല, ഓപ്ഷൻ സി വ്യവസായ മേഖല, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലയ്ക്കാണ്? കാർഷിക മേഖല. കാർഷിക മേഖലയ്ക്കാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി ആര്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ഓപ്ഷൻ ബി ഡോക്ടർ BR അംബേദ്കർ, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി ആനി ബസന്റ്. ആരാണ് ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി? ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ശരി ഉത്തരം. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത് ആര്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന ആരാണ്? ഓപ്ഷൻ എ ഊർജിത് പട്ടേൽ, ഓപ്ഷൻ ബി അന്റോണിയോ ഗട്ടേഴ്സ്, ഓപ്ഷൻ സി DY ചന്ദ്രചൂഡ്, ഓപ്ഷൻ ഡി ശക്തികാന്ത ദാസ്. ആരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത്? ആരാണ്? ശക്തികാന്ത ദാസ്. ശക്തികാന്ത ദാസ് ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ എ അരുൺ കുമാർ മിശ്ര, ഓപ്ഷൻ ബി S മണികുമാർ, ഓപ്ഷൻ സി രാജീവ് ജെയിൻ, ഓപ്ഷൻ ഡി രംഗനാഥ് മിശ്ര. ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ? ആരാണ്? അരുൺ കുമാർ മിശ്രയാണ് കറക്റ്റ് ആൻസർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? അരുൺ കുമാർ മിശ്ര. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരകളിലാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന ഏത് പർവ്വത നിരകളിലാണ്? ഓപ്ഷൻ എ സിവാലിക്, ഓപ്ഷൻ ബി ഹിമാചൽ, ഓപ്ഷൻ സി ഹിമാദ്രി, ഓപ്ഷൻ ഡി കാറക്കോറം. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, കാറക്കോറം. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗമേത്? ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗമേത്? ഓപ്ഷൻ എ ഉത്തര മഹാസമതലം, ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി, ഓപ്ഷൻ സി ഹിമാലയ പർവ്വതം, ഓപ്ഷൻ ഡി തീര സമതലങ്ങൾ. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗമേത്? ഏതാണ് ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം? ഏതാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ഉത്തരം? ഉപദ്വീപീയ പീഠഭൂമി അല്ലെ. ഉപദ്വീപീയ പീഠഭൂമിയാണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ ചേർത്തിട്ടുള്ളവയില് കാവേരി നദിയുടെ പോഷക നദി ഏത്? താഴെ തന്നിട്ടുള്ള 4 നദികളില് ഏതാണ് കാവേരി നദിയുടെ പോഷക നദി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇന്ദ്രാവതി, ഓപ്ഷൻ ബി കബനി, ഓപ്ഷൻ സി ശബരി, ഓപ്ഷൻ ഡി ഭീമ. ഏതാണ് ശരി ഉത്തരം? കാവേരി നദിയുടെ പോഷക നദി ഏതാണ്? കബനി ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. കബനി നദിയാണ് കാവേരി നദിയുടെ പോഷക നദി. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ. ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ. ഓപ്ഷൻ എ റാഡ്ക്ലിഫ് രേഖ, ഓപ്ഷൻ ബി മക്മോഹൻ രേഖ, ഓപ്ഷൻ സി ഡ്യൂറന്റ് രേഖ, ഓപ്ഷൻ ഡി ഗ്രീൻവിച്ച് രേഖ. ഏതാണ് ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരി ഉത്തരം ഏതാണ്? റാഡ്ക്ലിഫ് രേഖയാണ് കറക്റ്റ് ആൻസർ. റാഡ്ക്ലിഫ് രേഖ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി ഗോവ. ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം? ഗുജറാത്ത് ആണ് അല്ലെ. ഗുജറാത്ത് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഓപ്ഷൻ എ എവറസ്റ്റ്, ഓപ്ഷൻ ബി ആനമുടി, ഓപ്ഷൻ സി നന്ദാദേവി, ഓപ്ഷൻ ഡി കാഞ്ചൻജംഗ. ഏതാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി?
ആനമുടിയാണ് അല്ലെ, ആനമുടിയാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം? ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി നീണ്ടകര, ഓപ്ഷൻ സി വിഴിഞ്ഞം, ഓപ്ഷൻ ഡി കായംകുളം. ഏതാണ് കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം? വിഴിഞ്ഞമാണ് അല്ലെ, വിഴിഞ്ഞമാണ് കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ഓപ്ഷൻ എ ചാലക്കുടി പുഴ, ഓപ്ഷൻ ബി മുതിരപ്പുഴ, ഓപ്ഷൻ സി കുറ്റ്യാടിപ്പുഴ, ഓപ്ഷൻ ഡി മണലിപ്പുഴ. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, പെട്ടെന്ന് ആലോചിക്കണം. ശരി ഉത്തരം ഏതാണ്? ചാലക്കുടി പുഴയാണ് കറക്റ്റ് ആൻസർ, ചാലക്കുടി പുഴ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? ഓപ്ഷൻ എ ഇരവികുളം, ഓപ്ഷൻ ബി പാമ്പാടുംചോല, ഓപ്ഷൻ സി മതികെട്ടാൻചോല, ഓപ്ഷൻ ഡി ആനമുടിച്ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണത്? ഇരവികുളം. ഇരവികുളമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. അടുത്ത കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ എ കെ ശശീന്ദ്രൻ, ഓപ്ഷൻ ബി എം പി രാജേഷ്, ഓപ്ഷൻ സി ജി ആർ അനിൽ, ഓപ്ഷൻ ഡി കെ എൻ ബാലഗോപാൽ. ആരാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി? ആരാണ്? എം പി രാജേഷ്. എം പി രാജേഷ് ആണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ, ഓപ്ഷൻ ബി അഷ്ടമുടി കായൽ, ഓപ്ഷൻ സി ശാസ്താംകോട്ട കായൽ, ഓപ്ഷൻ ഡി വെള്ളായണി കായൽ. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ് അല്ലെ, ശാസ്താംകോട്ട കായൽ. അടുത്ത ക്വസ്റ്റ്യൻ, കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം, കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം? ഓപ്ഷൻ എ മംഗളവനം, ഓപ്ഷൻ ബി തട്ടേക്കാട്, ഓപ്ഷൻ സി കുമരകം, ഓപ്ഷൻ ഡി കടലുണ്ടി. ഏതാണ് കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം? മംഗളവനമാണ് അല്ലെ, മംഗളവനം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി എറണാകുളം, ഓപ്ഷൻ സി ഇടുക്കി, ഓപ്ഷൻ ഡി കോട്ടയം. ഏത് ജില്ലയിലാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് കേരളത്തിൽ ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് അല്ലെ, ഇടുക്കി ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം, ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം? ഓപ്ഷൻ എ കണ്ണൂര്, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി നെടുമ്പാശ്ശേരി, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ഏതാണ് ശരി ഉത്തരം? നെടുമ്പാശ്ശേരിയാണ് അല്ലെ, ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം നെടുമ്പാശ്ശേരി വിമാനത്താവളം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തെരഞ്ഞെടുത്തത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തെരഞ്ഞെടുത്തത് ഏതാണ്? ഓപ്ഷൻ എ മീനങ്ങാടി, ഓപ്ഷൻ ബി അമ്പലവയൽ, ഓപ്ഷൻ സി മേപ്പാടി, ഓപ്ഷൻ ഡി തിരുനെല്ലി. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തെരഞ്ഞെടുത്തത് ഏതാണ്? മീനങ്ങാടി പഞ്ചായത്താണ് അല്ലെ. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തെരഞ്ഞെടുത്തത് മീനങ്ങാടി പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തെരഞ്ഞെടുത്തത്, മീനങ്ങാടി പഞ്ചായത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗില് ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗില് ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം? ഓപ്ഷൻ എ ഒഡീഷ, ഓപ്ഷൻ ബി ബീഹാർ, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി കേരളം. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, കേരളം. അടുത്ത ക്വസ്റ്റ്യൻ, 2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചത് ആര്? 2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ ശ്രീകുമാരൻ തമ്പി, ഓപ്ഷൻ ബി ബെന്യാമിൻ, ഓപ്ഷൻ സി എസ് ഹരീഷ്, ഓപ്ഷൻ ഡി കെ ആർ മീര. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ശ്രീകുമാരൻ തമ്പി. ലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി?
ഇതൊക്കെ പ്രത്യേകം ഓർത്തിരിക്കാനാണ്. കഴിഞ്ഞ ദിവസത്തെ പരീക്ഷയ്ക്ക് വന്നതാണ്, അടുത്ത ദിവസത്തെ പരീക്ഷയ്ക്കും ഉറപ്പായിട്ടും വരും. ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി എന്നാണ്? ഓപ്ഷൻ എ ജൂൺ 20, 2023, ഓപ്ഷൻ ബി ജൂലൈ 20, 2023, ഓപ്ഷൻ സി ജൂൺ 14, 2023, ഓപ്ഷൻ ഡി ജൂലൈ 14, 2023. ഏതാണ് ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി എന്നാണ്? ജൂലൈ 14, 2023. അടുത്ത ക്വസ്റ്റ്യൻ. മെയ് 17 കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്? മെയ് 17 കേരളത്തില് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ഓപ്ഷൻ എ കുടുംബശ്രീ, ഓപ്ഷൻ ബി ഹരിതകർമ്മസേന, ഓപ്ഷൻ സി സഹജ, ഓപ്ഷൻ ഡി മിത്ര. ഏതാണ് ശരി ഉത്തരം? കുടുംബശ്രീ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, കുടുംബശ്രീ. അടുത്ത ക്വസ്റ്റ്യൻ. യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം. യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം. ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി തിരുവനന്തപുരം, ഓപ്ഷൻ ഡി മലപ്പുറം. ഏതാണ് യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം? ഏതാണ്? കോഴിക്കോടാണ് അല്ലെ, കോഴിക്കോട്. അടുത്ത ക്വസ്റ്റ്യൻ. അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? ഓപ്ഷൻ എ രാജസ്ഥാൻ, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി കർണാടക. ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? ഗുജറാത്തിലാണ് അല്ലെ. അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി ഗുജറാത്ത് എന്ന ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്. അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്ന ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? ഗുജറാത്ത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയില് ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 4 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിൻ്റെ അകത്ത് ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. 1, വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ കെ ശിവൻ. ഓപ്ഷൻ 2, പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേല്. 3, വിക്ഷേപണ വാഹനം LV Mark 3. ഓപ്ഷൻ 4ാമത്തെ പ്രസ്താവന വിക്ഷേപണ തീയതി ജൂലൈ 14, 2023. അപ്പോൾ അതിനകത്ത് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ എല്ലാം ശരി, ഓപ്ഷൻ ബി 1, 2, 3 ശരി, ഓപ്ഷൻ സി 1, 3, 4 ശരി, ഓപ്ഷൻ ഡി 2, 3, 4 ശരി. അപ്പോൾ ഏതാണ് ഈ 4 പ്രസ്താവനകളിൽ ഏതാണ് ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന? ഏതൊക്കെയാണ്? 2, 3, 4 ശരിയാണ്. രണ്ടാമത്തെ ഏതാണ്? പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേല്. 3, വിക്ഷേപണ വാഹനം LV Mark 3. 4, വിക്ഷേപണ തീയതി ജൂലൈ 14, 2023. അപ്പോൾ 2, 3, 4 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. 2016 ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? 2016 ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ എ പിണറായി വിജയൻ, ഓപ്ഷൻ ബി ഉമ്മൻചാണ്ടി, ഓപ്ഷൻ സി VS അച്യുതാനന്ദൻ, ഓപ്ഷൻ ഡി AK ആന്റണി. ആരായിരുന്നു? പിണറായി വിജയൻ. 2016 ജൂൺ മാസത്തില് കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? പിണറായി വിജയൻ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ. 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അത് പൊൻകുന്നം വർക്കിയുടെ ആത്മകഥയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്റെ വഴിത്തിരിവ്, ഓപ്ഷൻ ബി എന്റെ കഥ, ഓപ്ഷൻ സി ആത്മകഥ, ഓപ്ഷൻ ഡി എന്റെ വഴിയമ്പലങ്ങൾ. ഏതാണ് പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ? ആലോചിച്ച് നോക്കിയേ, പെട്ടെന്ന് പറയണം. ഏതാണ്? എന്റെ വഴിത്തിരിവാണ് പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ. അടുത്ത ക്വസ്റ്റ്യൻ. ഏകദിന ക്രിക്കറ്റ് മത്സരത്തില് ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ. ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ ആരാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ മുഹമ്മദ് ഷാമി, ഓപ്ഷൻ ബി ഹാർദിക് പാണ്ഡ്യ, ഓപ്ഷൻ സി മുഹമ്മദ് സിറാജ്, ഓപ്ഷൻ ഡി ജസ്പ്രീത് ബുംറ. ആരാണ് ശരി ഉത്തരം? ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ മുഹമ്മദ് സിറാജ്. മുഹമ്മദ് സിറാജ് ആണ് ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ. അടുത്ത ക്വസ്റ്റ്യൻ.
2023 നടന്ന ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? ഓപ്ഷൻ എ ഊർജിത് പട്ടേൽ, ഓപ്ഷൻ ബി എസ് ജയശങ്കർ, ഓപ്ഷൻ സി ശശി തരൂർ, ഓപ്ഷൻ ഡി അമിതാഭ് കാന്ത്. ആരായിരുന്നു 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷെർപ്പ? ആരായിരുന്നു? അമിതാഭ് കാന്ത്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ആഡം സ്മിത്ത്, ഓപ്ഷൻ ബി ആൽഫ്രഡ് മാർഷൽ, ഓപ്ഷൻ സി ലയണൽ റോബിൻസ്, ഓപ്ഷൻ ഡി അമർത്യ സെൻ. ആരാണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ആരാണ്? ആഡം സ്മിത്ത് ആണ് അല്ലെ, ആഡം സ്മിത്ത്. അടുത്ത ക്വസ്റ്റ്യൻ. 2023 നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 3 പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലെ. ആ 3 പ്രസ്താവനകളിൽ 2023 നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് എന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യ നേടിയ മെഡലുകളുടെ ആകെ എണ്ണം 107. 2, ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയില്. 3, പുരുഷ ക്രിക്കറ്റില് ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു. അപ്പോൾ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ 1ഉം 2ഉം മാത്രം ശരി, ഓപ്ഷൻ ബി 2ഉം 3ഉം ശരി, ഓപ്ഷൻ സി 2 മാത്രം ശരി, ഓപ്ഷൻ ഡി എല്ലാം ശരി. ഏതാണ് ഇതിന്റെ അകത്ത് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എല്ലാം ശരിയാണ്. ഈ 3 പ്രസ്താവനകളും ശരിയായ പ്രസ്താവനകൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? ഓപ്ഷൻ എ കരൾ, ഓപ്ഷൻ ബി വൃക്ക, ഓപ്ഷൻ സി പാൻക്രിയാസ്, ഓപ്ഷൻ ഡി ശ്വാസകോശം. ഏതാണ് ശരി ഉത്തരം? കരൾ ആണ് കറക്റ്റ് ആൻസർ. നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? കരൾ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയില് മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? 4 രോഗങ്ങളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലെ. അതിൻ്റെ അകത്ത് മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സ്കർവി, ഓപ്ഷൻ ബി ഗോയിറ്റർ, ഓപ്ഷൻ സി നിശാന്തത, ഓപ്ഷൻ ഡി കാഷിയോക്കർ. ഏതാണ് ഇതിൽ ഏത് രോഗമാണ് മാംസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം? ഏതാണ്? ക്വാഷിയോക്കർ ആണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ തന്നിരിക്കുന്നവയില് കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? ഓപ്ഷൻ എ പെരിയാറ്, ഓപ്ഷൻ ബി സൈലന്റ് വാലി, ഓപ്ഷൻ സി പെപ്പാറ, ഓപ്ഷൻ ഡി വയനാട്. ഇതില് ഈ 4 പാർക്കുകളിൽ ഏതാണ് കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഏതാണ് ശരി ഉത്തരം? സൈലന്റ് വാലി ആണ് അല്ലെ. കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? സൈലന്റ് വാലി. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ തന്നിരിക്കുന്നതില് അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം തെങ്ങ് ഏതാണ്? ഏതാണ്? ഈ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിന്റെ അകത്ത് അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം തെങ്ങ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അക്ഷയ, ഓപ്ഷൻ ബി ഹരിത, ഓപ്ഷൻ സി ലക്ഷഗംഗ, ഓപ്ഷൻ ഡി പവിത്ര. അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം തെങ്ങ് ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശരി ഉത്തരം കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ലക്ഷഗംഗയാണ് അല്ലെ. ലക്ഷഗംഗ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്? 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ മണ്ണു മലിനീകരണം, ഓപ്ഷൻ ബി ജലമലിനീകരണം, ഓപ്ഷൻ സി പ്ലാസ്റ്റിക് മലിനീകരണം, ഓപ്ഷൻ ഡി വായു മലിനീകരണം. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഏതാണ്? പ്ലാസ്റ്റിക് മലിനീകരണം അല്ലെ. 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിന് പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്? പ്ലാസ്റ്റിക് മലിനീകരണം. അടുത്ത ക്വസ്റ്റ്യൻ. രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ അശ്വമേധം, ഓപ്ഷൻ ബി താലോലം, ഓപ്ഷൻ സി ആയുർദളം, ഓപ്ഷൻ ഡി ആശാധാര. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ആശാധാര. ആശാധാര. അടുത്ത ക്വസ്റ്റ്യൻ.
ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത്? ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ എ എണ്ണക്കുരുക്കൾ, ഓപ്ഷൻ ബി ചെറുധാന്യങ്ങൾ, ഓപ്ഷൻ സി പയറുവർഗ്ഗങ്ങൾ, ഓപ്ഷൻ ഡി പഴവർഗ്ഗങ്ങൾ. ഏതാണ് ഇതിന്റെ അകത്ത് ശരി ഉത്തരം? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ ആണ് അല്ലെ? ഏതാണ് ശരി ഉത്തരം? ചെറുധാന്യങ്ങൾ. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത്? ചെറുധാന്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ. വിവിധ ഇനം മണ്ണിനങ്ങളുടെ pH താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കപ്പെട്ടത്? വിവിധ മണ്ണിനങ്ങളുടെ pH ആണ് താഴെ തന്നിട്ടുള്ളത് അല്ലെ? അതിന്റെ അകത്തുനിന്ന് ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 9, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 8. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 5. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയിട്ടുള്ള ജോഡികളിൽ നിന്നും തെറ്റായി രേഖപ്പെടുത്തിയ ജോഡിയെ കണ്ടെത്തുക. 4 ജോഡികളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലെ? അതിന്റെ അകത്ത് തെറ്റായി രേഖപ്പെടുത്തിയ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് അലുമിനിയം ബോക്സൈറ്റ്, 2 ഇരുമ്പ് ക്രയോലൈറ്റ്, 3 സിങ്ക് കലാമിൻ, 4 കോപ്പർ കുപ്രൈറ്റ്. ഇതിന്റെ അകത്ത് ഇതിൽ നിന്നും തെറ്റായ ജോഡി ഏതാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 2 ഇരുമ്പ് ക്രയോലൈറ്റ്. അതാണ് തെറ്റായ ജോഡി. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ പരിവർത്തനം എന്ത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് അല്ലെ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ പരിവർത്തനം എന്ത്? വൈദ്യുതോർജം പ്രകാശോർജം, ഓപ്ഷൻ ബി പ്രകാശോർജം വൈദ്യുതോർജം, ഓപ്ഷൻ സി വൈദ്യുതോർജം യാന്ത്രികോർജം, ഓപ്ഷൻ ഡി യാന്ത്രികോർജം വൈദ്യുതോർജം. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, യാന്ത്രികോർജം വൈദ്യുതോർജം. അടുത്ത ക്വസ്റ്റ്യൻ. ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തുക. 4 ജോഡികളാണ് താഴെ തന്നിട്ടുള്ളത്. അത് കണങ്ങളും ആറ്റത്തിനുള്ള കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളുമാണ് ഈ 4 ജോഡികളും. അപ്പോൾ അതിൻ്റെ അകത്ത് ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത് ഇലക്ട്രോൺ ജെ തോംസൺ, 2 പ്രോട്ടോൺ ഹെൻറി മോസ്ലി, 3 ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്ക്, 4 പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ്. ഇതിന്റെ അകത്ത് ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2 മാത്രം, ഓപ്ഷൻ സി 2, 3, 4, ഓപ്ഷൻ ഡി 1, 3, 4. ഏതൊക്കെ ജോഡികളാണ് ശരിയായിട്ടുള്ളത്? ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 1, 3, 4. 1 ഏതാണ്? ഇലക്ട്രോൺ ജെ തോംസൺ, 3 ഏതാണ്? ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്ക്, 4 ഏതാണ്? പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ്. ഇത് 3 എണ്ണമാണ് ശരിയായ ജോഡികൾ. അടുത്ത ക്വസ്റ്റ്യൻ. പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? 3 പ്രസ്താവനകളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലെ? അതിന്റെ അകത്ത് ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. 2 വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. 3 വസ്തുവിന്റെ യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെടുന്നു. അപ്പോൾ ഇതിന്റെ അകത്ത് ഈ 3 പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1 and 2, ഓപ്ഷൻ ബി 2 and 3, ഓപ്ഷൻ സി 1 and 3, ഓപ്ഷൻ ഡി 1, 2 and 3. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഒന്നാമത്തേതും രണ്ടാമത്തേതും പ്രസ്താവനകളാണ് ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളവ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണോപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ചതെന്ന്? ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണ ഉപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ചതെന്ന്? ഓപ്ഷൻ എ 2023 ജൂലൈ 2, ഓപ്ഷൻ ബി 2023 ഓഗസ്റ്റ് 2, ഓപ്ഷൻ സി 2023 സെപ്റ്റംബർ 2, ഓപ്ഷൻ ഡി 2023 ഒക്ടോബർ 2. ഏതാണ് ശരി ഉത്തരം?
ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 2023 സെപ്റ്റംബർ 2 ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണോപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2-ന്. അടുത്ത ക്വസ്റ്റ്യൻ. 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? ഓപ്ഷൻ എ സ്വീഡൻ, ഓപ്ഷൻ ബി ജർമ്മനി, ഓപ്ഷൻ സി നോർവേ, ഓപ്ഷൻ ഡി ഫ്രാൻസ്. ഏത് രാജ്യക്കാരനാണ്? നോർവേ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം ഏതാണ്? ഓപ്ഷൻ എ ഹൃദയം, ഓപ്ഷൻ ബി ശ്വാസകോശം, ഓപ്ഷൻ സി തലച്ചോറ്, ഓപ്ഷൻ ഡി കരള്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആണ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, കരള്. അടുത്ത ക്വസ്റ്റ്യൻ. മലമ്പനിക്ക് കാരണമായ രോഗകാരി. ഓപ്ഷൻ എ ബാക്ടീരിയ, ഓപ്ഷൻ ബി പ്ലാസ്മോഡിയം, ഓപ്ഷൻ സി വൈറസ്, ഓപ്ഷൻ ഡി മൈക്രോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഏതാണ് മലമ്പനിക്ക് കാരണമായ രോഗകാരി? ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഏതാണ്? പ്ലാസ്മോഡിയം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ. ഓപ്ഷൻ എ പ്രതിരോധ കുത്തിവയ്പ്, ഓപ്ഷൻ ബി ഡോക്ടറുടെ സേവനം, ഓപ്ഷൻ സി CT സ്കാൻ, ഓപ്ഷൻ ഡി പാലിയേറ്റീവ് പരിചരണം. ഏതാണ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ? നിങ്ങൾക്ക് പെട്ടെന്ന് ആലോചിച്ചാൽ കിട്ടാവുന്നുള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഏതാണ്? CT സ്കാൻ ആണ് അല്ലെ. CT സ്കാൻ ആണ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനം. അടുത്ത ക്വസ്റ്റ്യൻ. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ഓപ്ഷൻ എ ജൂൺ 9, ഓപ്ഷൻ ബി മാർച്ച് 10, ഓപ്ഷൻ സി ജൂൺ 7, ഓപ്ഷൻ ഡി ഏപ്രിൽ 6. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം എന്നാണ്? ജൂൺ 7 ആണ് അല്ലെ. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ജൂൺ 7. അടുത്ത ക്വസ്റ്റ്യൻ. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം. ഓപ്ഷൻ എ തൃശ്ശൂര്, ഓപ്ഷൻ ബി എറണാകുളം, ഓപ്ഷൻ സി തിരുവനന്തപുരം, ഓപ്ഷൻ ഡി ആലപ്പുഴ. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ് അല്ലെ. തൃശ്ശൂരാണ് കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ഫാറ്റി ലിവർ, ഓപ്ഷൻ ബി ഹൃദയാഘാതം, ഓപ്ഷൻ സി തൊണ്ടമുള്ള്, ഓപ്ഷൻ ഡി അമിത രക്തസമ്മർദ്ദം. പെട്ടെന്ന് കണ്ടുപിടിക്കാം, വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഏതാണ് ശരി ഉത്തരം? തൊണ്ടമുള്ളാണ് അല്ലെ. തൊണ്ടമുള്ളാണ് ജീവിതശൈലി രോഗമല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ. ഓപ്ഷൻ എ സർക്കോമ, ഓപ്ഷൻ ബി കാർസിനോമ, ഓപ്ഷൻ സി മലിഗന്റ് മെയിലോനോമ, ഓപ്ഷൻ ഡി ട്യൂമർ. ഏതാണ് യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ? ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സർക്കോമയാണ് അല്ലെ. സർക്കോമയാണ് യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതി. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതി. ഓപ്ഷൻ എ അതിജീവനം, ഓപ്ഷൻ ബി സ്നേഹയാനം, ഓപ്ഷൻ സി നിരാമയ, ഓപ്ഷൻ ഡി പ്രതീക്ഷ. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിരാമയാണ് അല്ലെ. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നിരാമയ. അടുത്ത ക്വസ്റ്റ്യൻ. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് ഓപ്ഷൻ എ 2005, ഓപ്ഷൻ ബി 2006, ഓപ്ഷൻ സി 2019, ഓപ്ഷൻ ഡി 2008. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് എന്നാണ്? 2008. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ ക്യാൻസർ, ഓപ്ഷൻ ബി കൊറോണ വൈറസ്, ഓപ്ഷൻ സി നിപ്പ, ഓപ്ഷൻ ഡി കുരങ്ങു പനി. ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ് ബാക്ക് ടു ബേസിക്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൊറോണ വൈറസ് ആണ് അല്ലെ. കൊറോണ വൈറസ് എന്ന അസുഖവുമായി ബന്ധപ്പെട്ടതാണ് ബാക്ക് ടു ബേസിക്. അടുത്ത ക്വസ്റ്റ്യൻ. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി. 2003 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി. ഓപ്ഷൻ എ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, ഓപ്ഷൻ ബി മൃദു സഞ്ജീവനി, ഓപ്ഷൻ സി സമാശ്വാസം പദ്ധതി, ഓപ്ഷൻ ഡി ക്യാൻസർ സുരക്ഷാ പത്രം. ഏതാണ് 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി? ഏതാണ്? കാരുണ്യ
ആരോഗ്യ സുരക്ഷാ പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ റീച്ച്, ഓപ്ഷൻ ബി താലോലം, ഓപ്ഷൻ സി സശ്രദ്ധം, ഓപ്ഷൻ ഡി ആയുർദളം. ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഏതാണ്? സശ്രദ്ധം. സശ്രദ്ധം. അടുത്ത ക്വസ്റ്റ്യൻ. ലോക ജന്തുരോഗ ദിനം. ലോക ജന്തുരോഗ ദിനം. ഓപ്ഷൻ എ ജൂലൈ 6, ഓപ്ഷൻ ബി മാർച്ച് 3, ഓപ്ഷൻ സി ജൂലൈ 12, ഓപ്ഷൻ ഡി മാർച്ച് 8. ലോക ജന്തുരോഗ ദിനം എന്നാണ്? ജൂലൈ 6. ലോക ജന്തുരോഗ ദിനം എന്നാണ്? ജൂലൈ 6. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ എ ശ്രീ മൻസുഖ് മാണ്ഡവ്യ, ഓപ്ഷൻ ബി വീണ ജോർജ്, ഓപ്ഷൻ സി നിർമ്മല സീതാരാമൻ, ഓപ്ഷൻ ഡി സ്മൃതി ഇറാനി. ആരാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി? ആരാണ്? ശ്രീ മൻസുഖ് മാണ്ഡവ്യ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.